ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശുനാഥൻ കരഞ്ഞു. കർത്താവ് ഇന്നും കരയുന്നു. ഇന്നും കരയുന്നു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 42, 43, 44 വാക്യങ്ങൾ. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ വിയർപ്പ് ഇങ്ങനെ ഒഴുകുക. ശരീരത്തിൽ നിന്ന് വിയർപ്പിന് പകരം ചോരയാണ് ഒഴുകുന്നത്. അത്ര തീവ്രമായ വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രത്തിൽ നിന്ന് മാറ്റണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഗത്സമൻ തോട്ടത്തിൽ കരഞ്ഞു. ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ്, വിസ്താരരംഗത്തേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് ഗത്സമൻ തോട്ടത്തിൽ തൻ്റെ പ്രിയ ശിഷ്യന്മാരുമായി ചേർന്ന് കരഞ്ഞു. പത്രോസും യോഹന്നാനും യാക്കോവും പിറകിൽ കുറച്ച് ദൂരെ മാറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഉറങ്ങിപ്പോയി. കർത്താവ് പിന്നെയും ചെന്ന് പാറമേൽ കവിഴ്ന്ന് വീണ് കിടന്നുകൊണ്ട് കർത്താവ് കരഞ്ഞു. വായിക്കാം. 26-ാം അധ്യായം 37-ാം വാക്യം മുതൽ. പത്രോസിനെയും സബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എൻ്റെ ഉള്ളം മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്നവരോട് പറഞ്ഞു. നിങ്ങളിവിടെ താമസിച്ച് എന്നോട് ഉണർന്നിരിപ്പീൻ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നാഥാ പിതാവേ, നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ വാക്യം കൂടി വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. ഉറച്ച നിലവിളിയായിരുന്നു. എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ഉറച്ച നിലവിളി. ഗത്സമൻ തോട്ടത്തിൽ കർത്താവ് ഉച്ചത്തിൽ കരഞ്ഞു. ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കർത്താവ് കണ്ണുനീരോടെ അപേക്ഷിച്ചു. ഉറച്ച നിലവിളിയോടെ അപേക്ഷിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീക്കണമേ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവ് ക്രൂശ് ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. ക്രൂശ് ഒഴിവാക്കാനല്ല കർത്താവ് ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ക്രൂശ് വരാൻ പോകുന്ന കർത്താവിനറിയാം. ക്രൂശിക്ക് എവിടെ നിന്ന് കർത്താവിനറിയാം. കർത്താവ് ജനിച്ചത് ക്രൂശിക്കപ്പെടാനായിട്ടാണ്. കർത്താവ് ജനിച്ചത് രാജാവായി ആണ്. അനേകം വർഷങ്ങൾ ആണ് ഈ ഭൂമിയെ യഹൂദന്മാർ ഭരിക്കാൻ വേണ്ടിയല്ല. കർത്താവ് ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. മരിക്കാൻ വേണ്ടി ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് മരണം മുൻ കണ്ടുകൊണ്ട് തന്നെ ജനിച്ചു. നിത്യനായ ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചത് മനുഷ്യതിരെ പാപം വഹിച്ച കുരിശിൽ മരിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ പാപവും വഹിക്കുന്നു. മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മർമ്മമാണിത്. ചിലരെ ചോദിക്കും, എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപം വഹിച്ചത്? ഞാൻ നുണ പറഞ്ഞതിന് കർത്താവ് ക്രൂശിൽ മരിച്ചതിന് അത് തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ മോഷ്ടിച്ചതിന് കർത്താവ് കുരിശിൽ മരിച്ചതുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ വഴക്കടിക്കുകയും കലഹിക്കുകയും ചെയ്തതിന് ക്രൂശിൽ മരിച്ചതുമായിട്ട് എന്താണ് ബന്ധം? ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് മനസ്സിലാകുന്നത് അതൊരു മഹാ അത്ഭുതമാണ്. ഇത് വെളിപ്പെട്ട് കിട്ടുന്നത് അത്ഭുതമാണ്. പിതാവേ, സ്വർഗത്തിന് ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ജ്ഞാനികൾക്ക് മറഞ്ഞിരിക്കുന്നു, ശിശുക്കൾക്ക് മറഞ്ഞിരിക്കുന്നു. മനസ്സിലാകുന്നില്ല. എന്താണ് ഈ പറയുന്നത്? യേശു ക്രിസ്തു എൻ്റെ പാപം വഹിച്ചുവെന്നോ? 2000 വർഷം മുമ്പ് ജനിച്ച് 2000 വർഷം മുൻപ് 33 കൊല്ലം ഭൂമിയിൽ ജീവിച്ച് ക്രൂശിൽ മരിച്ച യേശു എൻ്റെ പാപം വഹിച്ചുവെന്നോ? മനസ്സിലാകുന്നില്ല. പലർക്കും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കും നിങ്ങൾക്കും പലർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ നിങ്ങൾ ഒന്ന് മാത്രം വിശ്വസിക്കൂ. എൻ്റെ കർത്താവേ, ഇത് എൻ്റെ ജ്ഞാനം കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഇത് എൻ്റെ വിവേകം കൊണ്ട് എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ബുദ്ധിശക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ വിവേകം കൊണ്ടോ എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത ഒരു മഹാത്ഭുതമാണ് കർത്താവേ. പക്ഷേ നാഥ, ഒരു ശിശു മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കും. അപ്പോഴാണ് ഇതെനിക്ക് അനുഭവമായി തീരുന്നത്.
ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കാൻ സാധിക്കും. എങ്ങനെ? ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. വചനം വിശ്വസിക്കുന്നു. വചനം, പ്രിയപ്പെട്ടവരെ, വചനം വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം, ഈ വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ സത്യം? ലളിതമായി പറയാം, വേറെ കൂടുതലൊന്നും അറിയണ്ട, കൂടുതൽ പഠിക്കണ്ട. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അങ്ങ് ദൂരെ അങ്ങ് കൊടിമരത്തിൻ മുകളിൽ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി നിർത്തിയാൽ എങ്ങനെ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവരുടെ വിഷം മാറിപ്പോകും? മനസ്സിലാവുകയില്ല. ഇസ്രായേൽക്കോട് മോശ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, അഗ്നിസർപ്പം കടിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരത്തിൽ വിഷം കയറി എന്നുള്ളതുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ ബോധം കെട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഒന്ന് നിങ്ങൾ അവിടെ ചെരിഞ്ഞ് കിടന്നുകൊണ്ടാണെങ്കിലും ഒന്ന് നോക്കൂ, ആ പിച്ചള സർപ്പത്തിലേക്കൊന്ന് നോക്കൂ. അത് ദൈവത്തിൻ്റെ വചനപ്രകാരം നാട്ടിയ പിച്ചള സർപ്പമാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം നാട്ടിയ പിച്ചള സർപ്പമാണ് അവിടെ. ദൈവം തന്ന വചനപ്രകാരം അവിടെ പിച്ചള സർപ്പത്തെ നാട്ടി നിർത്തിയിരിക്കുകയാണ്. നോക്കിയാൽ രക്ഷപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആളുകൾക്ക് വേണമെങ്കിൽ സംശയം വരാം. ഇന്ന് നമ്മിൽ പലരും സംശയിക്കുന്ന പോലെ അന്നും പലരും സംശയിച്ച് കാണും. എങ്ങനെ എൻ്റെ ശരീരത്തിലൂടെ വിഷം കയറിയത്? ഈ പിച്ചള പാമ്പിലേക്ക് നോക്കിയാൽ വിഷം മാറും. ദൂരെ നാട്ടിയിരിക്കുന്ന ആ താമ്രസർപ്പത്തിലേക്ക് നോക്കിയാൽ എൻ്റെ ശരീരത്തിൽ കടന്ന വിഷം എങ്ങനെ മാറും? ശരീരത്തിലെ രക്തധമനികൾ കൂടി ഒഴുകുന്ന വിഷം എങ്ങനെ മാറും? എൻ്റെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന വിഷം എങ്ങനെ മാറും? മനസ്സിലാവുകയില്ല. ആർക്കും മനസ്സിലാവുകയില്ല. ഒരു പണ്ഡിതന് മനസ്സിലാവുകയില്ല, ഒരു ഡോക്ടർക്ക് മനസ്സിലാവുകയില്ല. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റം പഠിച്ചയാൾക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരാൾ അത് കേട്ടു, ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് ആ പിച്ചള സർപ്പത്തെ നാട്ടിയതെന്ന്. ആ ആൾ അങ്ങോട്ട് ബോധം കെട്ട് പോവുകയായിരുന്നു, ബോധം കെടാൻ തുടങ്ങുകയായിരുന്നു. അങ്ങോട്ട് അങ്ങ് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് അങ്ങോട്ട് നോക്കി. എന്തൊരത്ഭുതം! പെട്ടെന്ന് കണ്ണു തുറന്നു, പെട്ടെന്ന് ബോധം തെളിഞ്ഞു, നല്ല ഊർജ്ജസ്വലതയായി ചാടി എഴുന്നേറ്റു. ഓ, ഞാൻ നോക്കി, ഞാൻ രക്ഷപ്പെട്ടല്ലോ. അയാൾ അടുത്ത കൂടാരത്തിലേക്ക് ഓടി. അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ബോധം കെട്ടു പോകുന്നവരുണ്ട്, അവിടെ മരിക്കാറായിരിക്കുന്നവരുണ്ട്. അയ്യോ, നിങ്ങളാരും മരിക്കേണ്ട ആവശ്യമില്ല, ആരും മരിക്കേണ്ട. നോക്കൂ, അവിടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു പിച്ചള സർപ്പത്തെ നാട്ടിയിട്ടുണ്ട്. അതിലേക്ക് നോക്കിയാൽ മാത്രം മതി, രക്ഷപ്പെടും. അവർ നോക്കി, അവർ രക്ഷപ്പെട്ടു. അവർ അടുത്ത കൂടാരങ്ങളിലേക്ക് ഓടി. ഓരോരുത്തരും അടുത്തടുത്ത കൂടാരങ്ങളിലേക്ക് ഓടി. ആളുകൾ വെച്ചറിയിക്കുകയാണ്, പേടിക്കേണ്ട, അഗ്നിസർപ്പത്തിന് കടിയേറ്റവരാരും മരിക്കേണ്ട ആവശ്യമില്ല. അത് ആ പിച്ചള സർപ്പത്തെ നാട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. റോമർ ലേഖനം 3-23 വാക്യം വായിക്കാം. റോമർ 3:23 മുതൽ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കിത് വെളിപ്പെട്ട് കിട്ടട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുകയാണ്. നിത്യനായ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് നീതീകരണം കിട്ടുകയാണ്. സ്വതേ നാം പാപികളാണ്, നാം പാപത്തിൽ പിറന്നവരാണ്. അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നാം എല്ലാവരും പാപത്തിൽ പിറന്നവരാണ്, പാപത്തിൽ ജനിച്ചവരാണ്. പാപം നമ്മുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ തന്നെ പാപമുണ്ട്, അകൃത്യമുണ്ട്. പാപത്തിൽ ഞാൻ ഉരുവായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ അകൃത്യം നമ്മുടെ രക്തത്തിലുണ്ട്, നമ്മുടെ രക്തധമനികളിലുണ്ട്, നമ്മുടെ സ്വഭാവത്തിലുണ്ട്. ഞാൻ നുണ പറയാത്തപ്പോഴും ഞാൻ പാപിയാണ്, മോഷണം നടത്താത്തപ്പോഴും പാപിയാണ്, കൊലപാതകം ചെയ്യാത്തപ്പോഴും പാപിയാണ്, ആരെയും ഉപദ്രവിക്കാത്തപ്പോഴും പാപിയാണ്. ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ പാപിയാണ്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ പാപിയാണ്. ഇതാ അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ അവൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ക്രിസ്തുയേശുവിങ്കൽ ഒരു വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. പാപത്തിൽ ആണ്ടുപോയവനെ വീണ്ടെടുക്കുന്നവനാണ് ക്രിസ്തു. പാപത്തിൽ താണുപോയവനെ ഉദ്ധരിക്കുന്നവനാണ് ക്രിസ്തു. ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് ഒരു വ്യവസ്ഥയേ ഉള്ളൂ, വേറെ ഒരു വ്യവസ്ഥയുമില്ല. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി ഗോകുൽത്തായിൽ കാൽവരി മലയുടെ മുകളിൽ ക്രൂശിന്മേൽ 3 ക്രൂശ് താട്ടിയിരിക്കുന്നു. അതിൽ നടുവിലത്തെ ക്രൂശിന്മേൽ 2 കൊലയാളികളുടെ മധ്യത്തിൽ, പ്രിയപ്പെട്ടവരെ, ആകാശത്തിനും ഭൂമിക്ക് മധ്യത്തിൽ, പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിൽ ഇതാ അവൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആർക്കും രക്ഷപ്പെടാം. ഒരു പാപിയിനി പാപത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല. പാപം കൊണ്ട് ജീവിതം താറുമാറാക്കിയവനവന് പാപത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല.
പാപം കൊണ്ട് എല്ലാ വഷളത്വവും വന്നവന് ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. പാപം കൊണ്ട് എല്ലാ നല്ല കാലങ്ങളും നഷ്ടപ്പെടുത്തിയവനും ഇനി നശിക്കേണ്ട ആവശ്യമില്ല. പാപത്തിലെല്ലാം കളഞ്ഞു കുളിച്ചവനും ഇനി നശിക്കേണ്ട ആവശ്യമില്ല. മദ്യപാനം ചെയ്ത് എല്ലാം മുടിച്ച് കളഞ്ഞവനും ഇനി നശിക്കേണ്ട ആവശ്യമില്ല. വ്യഭിചാര ജീവിതം നയിച്ച് എല്ലാം തകർത്ത് കളഞ്ഞവനും ഇനി നശിക്കേണ്ട ആവശ്യമില്ല. കുടുംബം കലക്കിയവനും നശിക്കേണ്ട ആവശ്യമില്ല. മാതാപിതാക്കളെ ദ്രോഹിച്ചവനും ഇനി നശിക്കേണ്ട ആവശ്യമില്ല. മാതാപിതാക്കളോട് ധിക്കാരമായി പെരുമാറുകയും മാതാപിതാക്കളെ ഒരുപക്ഷെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തവനും ഇനി നശിച്ചു പോകേണ്ട ആവശ്യമില്ല. ഒരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യമാണ് പ്രിയരെ! നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹമാണ്, തന്നെ നമുക്ക് വേണ്ടി അർപ്പിക്കാൻ കാണിച്ച സ്നേഹമാണ്. ആ സ്നേഹം അത് വാസ്തവത്തിൽ നമ്മുടെ പാപം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മനുഷ്യജാതിയുടെ പാപം മുഴുവൻ കർത്താവായ യേശു വഹിക്കുകയാണ് ചെയ്തത്. മുഴുവൻ പാപവും കർത്താവ് വഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ സാധാരണ പറയാനുള്ള ഉദാഹരണം ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വഴി നടന്നു പോകുമ്പോൾ അവിടെ റോഡരികിൽ ഒരു നായയെ ചത്തു കിടക്കുന്നു. 3-4 ദിവസങ്ങളായി ചത്തു കിടക്കുന്നു. അതിൻ്റെ ജീർണിച്ച ശരീരം ഇങ്ങനെ ചീഞ്ഞളിഞ്ഞു കിടക്കുന്നു. അതിൽ നിന്ന് ഈച്ചകൾ ആർക്കുന്നു. അത് ദുർഗന്ധം വമിക്കുന്നു. ആർക്കും അടുത്തുകൂടി നടന്നു പോകാൻ വയ്യ. ആളുകൾ മുക്കും പൊത്തി ഓടിപ്പോവുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ആ വഴിയെ പോയത്. അവിടെയുള്ള അധികാരികളായ ആരോ ചിലരെ നിങ്ങളെ പിടിച്ചു നിർത്തി ആ നായിൻ്റെ ആ ജഡം നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചു. എന്നിട്ട് നിങ്ങളുടെ തലയിൽ വെച്ചു. നിങ്ങളെ കൊണ്ട് തന്നെ അത് കഴുത്തിൽ കെട്ടിച്ചു. തലയിൽ ഈ ചീഞ്ഞഴുകിയ നായിൻ്റെ ജഡം, അത് ആ ശരീരം തലയിൽ വെച്ച് കെട്ടി. നാറ്റം സഹിക്കാൻ വയ്യ. ഓക്കാനം വരുന്നു, ഛർദി വരുന്നു. ഇത് കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ചിലർക്ക് ഛർദി വരും. പ്രിയപ്പെട്ടവരെ, ആ ദുർഗന്ധം സഹിക്കാൻ വയ്യ. ഏറ്റവും ജുഗുപ്സാവഹമായ, ഏറ്റവും ലജ്ജാകരമായ, ഏറ്റവും ഹീനമായ ആ ചീഞ്ഞളിഞ്ഞ ശരീരം, നായിൻ്റെ ശരീരം തലയിൽ വെച്ചുകൊണ്ട് അത് ചുമന്നുകൊണ്ട് നടക്കണം. പ്രിയപ്പെട്ടവരെ, നിസ്സാരമാണോ? സാധിക്കുന്ന കാര്യമാണോ? നമുക്കിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അതുമായിട്ട് അത്രയും താതാത്മ്യം പ്രാപിക്കാൻ കഴിയാത്തതുകൊണ്ട് പക്ഷേ മനസ്സിലായി എന്ന് വരികയില്ല. പക്ഷേ അതൊരു സത്യമാണ്. സാധിക്കാത്ത കാര്യം, പ്രയാസമുള്ള കാര്യം, ദുസ്സഹമായ കാര്യം, സഹിക്കാൻ പ്രയാസമുള്ള കാര്യം, അതാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. ഒരു പാവവും ചെയ്യാത്തനായ ക്രിസ്തു, പാവം തീണ്ടിയിട്ടില്ലാത്ത ക്രിസ്തു, പാവം എന്തായെന്ന് അറിയാത്തനായ ക്രിസ്തു, യാതൊരു വിധത്തിലും പാവത്തെ അടുക്കാൻ വയ്യാത്തനായ ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യജാതിയുടെ പാവം മുഴുവൻ തൻ്റെ മേൽ ഏറ്റെടുക്കാൻ തയ്യാറായി. അത് മുഴുവൻ തൻ്റെ മേൽ വഹിക്കാൻ തയ്യാറായി. ആ പാവം മുഴുവൻ വഹിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ പാവം വഹിച്ചുകൊണ്ട് കുരിശിന്മേൽ കിടന്നു. ലജ്ജാവിവശനായി കിടന്നു, ലജ്ജിതനായി കിടന്നു. പ്രിയപ്പെട്ടവരെ, നഗ്നനായി കിടന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു വേദന സഹിച്ചു കിടന്നു. കർത്താവായ യേശു ക്രൂശിന്മേൽ പെടഞ്ഞു കിടന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് കർത്താവ് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് കർത്താവ് കരഞ്ഞു. എന്താണ് പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തുവിൻ്റെ കരച്ചിൽ, യേശു ക്രിസ്തുവിൻ്റെ വേദന, നമ്മുടെ പാപം ഏറ്റെടുക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേറ്റതായ അഗാധമായ വേദന, തീവ്രമായ വേദന. ദൈവത്തിന് സ്തോത്രം. അഗാധമായ വേദന. സഹോദരങ്ങളെ, കർത്താവ് പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇത് ഞാൻ തന്നെ വഹിക്കണമോ? ഞാൻ അതിനു വേണ്ടി വന്നതാണ്, നീ എന്നെ അയച്ചതാണ്. എന്നാൽ പിതാവേ, ഈ പാവം മുഴുവൻ ഞാൻ പേറുക എത്രയോ ദുസ്സഹമാണ്, എത്രയോ ദുഷ്കരമാണ്, എത്രയോ പ്രയാസമേറിയതാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. ക്രൂശിൻ്റെ കഷ്ടത മാറ്റാനല്ല കർത്താവ് പറഞ്ഞത്. ക്രൂശിൻ്റെ യാതന മാറ്റാനല്ല കർത്താവ് പറഞ്ഞത്. ക്രൂശിലെ വേദനയും യാതനയും മാറ്റി തരണമെന്നല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ. ഈ വലിയൊരു യാതനയാണ്. ഇതാണ് വലിയ കുരിശ്. പാവം മുഴുവൻ ഏറ്റെടുക്കുന്നു, പാവം മുഴുവൻ വഹിക്കുന്നു. പാവം തൊട്ടിട്ടില്ലാത്ത ക്രിസ്തു പാവം മുഴുവൻ വഹിക്കുന്നു. എത്രയെത്ര പാവങ്ങൾ, മനുഷ്യജാതിയുടെ പാവം മുഴുവനും, ലോകാരംഭം മുതൽ ലോക അവസാനം വരെയുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ കർത്താവായ യേശു തൻ്റെ ശിരസിന്മേൽ വഹിച്ചു. തൻ്റെ മേലെല്ലാ പാവം ഏറ്റെടുത്തു, എല്ലാം തൻ്റെ മേൽ ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ പാവം യേശു വഹിച്ചു. അത് വിശ്വസിക്കാൻ മാത്രമേ പോംവഴിയുള്ളൂ. എൻ്റെ പാവം യേശു വഹിച്ചു. പക്ഷേ അത് നീ വിശ്വസിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാമോ ഇറങ്ങിപ്പോകും, നീ അനുഭവിക്കും. കോപം അങ്ങ് മാറിപ്പോകുന്നു, നിൻ്റെ അമർഷവും ക്രോധവും മാറിപ്പോകുന്നു, നിൻ്റെ വൈരാഗ്യവും പകയും വിദ്വേഷവും മാറിപ്പോകുന്നു. മോളെ, നിൻ്റെ ഹൃദയത്തിലുള്ളതായ ആ കലഹ സ്വഭാവവും അനുസരണക്കേടും മാറിപ്പോകുന്നു. മോനെ, നിൻ്റെ ജീവിതത്തിലുള്ളതായ ധിക്കാര മനോഭാവവും അഹങ്കാരവും മാറിപ്പോകുന്നു. നിനക്ക് ആളാകണമെന്നുള്ളതായ നിൻ്റെ ആഗ്രഹം മാറിപ്പോകുന്നു.
ആളുകൾ നിന്നെ ശ്രദ്ധിക്കണമെന്ന്, നിന്നെ ബഹുമാനിക്കണമെന്നുള്ളതായ താല്പര്യം മാറിപ്പോകുന്നു. നിൻ്റെ ഹൃദയത്തിലുള്ളതായ അഹങ്കാരം മാറിപ്പോകുന്നു. നിൻ്റെ ജീവിതത്തിലുള്ളതായ എല്ലാ തിന്മകളും മാറിപ്പോകുന്നു. നിനക്ക് സുബോധം ലഭിക്കുകയാണ്, സുബോധം കിട്ടുന്നു. ഇത് വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്നു. വിശ്വസിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഏതെല്ലാം പാപങ്ങളാണോ നിങ്ങൾക്കുള്ളത്, എന്തെല്ലാം പാപങ്ങൾ! ഓർമ്മ വെച്ച കാലം എന്നുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എണ്ണിയാൽ തീരുമോ പാപങ്ങൾ? എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, എണ്ണമില്ലാ പാപങ്ങൾ എല്ലാം ക്ഷമിച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, എല്ലാം വഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം, എല്ലാ പാപവും വഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. യേശുവിൻ നാമം, ക്രിസ്തുവിൻ നാമം, ആ നാമം എണ്ണമില്ലാത്ത പാവങ്ങൾ വഹിക്കുന്ന നാമം നാം പാടാറുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇത് പാടുമ്പോൾ നിങ്ങൾ ഓർക്കണം, പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എണ്ണമില്ലാത്ത പാവങ്ങൾ എന്നിൽ നീക്കുന്നതിന് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു, എന്നിൽ കനിഞ്ഞു. എൻ്റെ പാവം എന്നിൽ മാറ്റാൻ വേണ്ടി യേശു എന്നിൽ കനിഞ്ഞു. എൻ്റെ പാവം യേശു വഹിച്ചു. എൻ്റെ കർത്താവേ, നാഥ, ഞാൻ ഇതാ എന്നെ നിനക്ക് തരുന്നു. ഇനി ഞാൻ പാവം ചെയ്യുകയില്ല, ഇനി ഞാൻ നിന്നെ ക്രൂശിക്കുകയില്ല, നിന്നെ ഞാൻ ക്രൂശിക്കുകയില്ല. യഹൂദന്മാരൊന്ന് ക്രൂശിച്ചു, ശരി, പക്ഷേ ഇന്ന് ഞാൻ നിന്നെ ക്രൂശിക്കുകയാണ്. യഹൂദന്മാർ നിന്നെ മുഖത്ത് തുപ്പി, ഇന്ന് ഞാൻ നിൻ്റെ കന്നത്തടിക്കുകയാണ്, മുഖത്ത് തുപ്പുകയാണ്. ഇന്ന് ഞാൻ പരിഹസിക്കുകയാണ്. കർത്താവേ, ഞാൻ ഇനി പാവം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ പാവം ചെയ്തപ്പോൾ ഞാൻ നിന്നെ പരിഹസിക്കുകയായിരുന്നു. ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും കോപിച്ചപ്പോൾ ഞാൻ നിന്നെ പരിഹസിക്കുകയായിരുന്നു. ഇനി വഴക്കുണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ വഴക്കുണ്ടാക്കിയപ്പോൾ നിന്നെ ഞാൻ പരിഹസിക്കുകയായിരുന്നു. മാതാപിതാക്കളെ ഞാൻ ബഹുമാനിച്ചുകൊള്ളും, ഇനിയും അനുസരിച്ചുകൊള്ളും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും അവരോട് ധിക്കാരമായി പെരുമാറിയപ്പോൾ എൻ്റെ കർത്താവെ, ഞാൻ നിന്നെ പരിഹസിക്കുകയായിരുന്നു. എല്ലാം കേട്ട നിന്നെ ഞാൻ പരിഹസിച്ചു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മുഖത്ത് ഞാൻ തുപ്പി, നിൻ്റെ കന്നത്ത് ഞാൻ അടിച്ചു, രോമങ്ങൾ ഞാൻ പിഴുതെടുത്തു. യഹൂദന്മാരല്ല, അന്നത്തെ പടയാളികളല്ല, ആയിരിക്കാം, അതന്നാണ്. ഇന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എണ്ണമില്ലാത്ത പാവങ്ങൾ എന്നിൽ നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. തന്മൂലം എന്തുണ്ടായി? ഞാൻ അന്യനായിരുന്നു. കർത്താവേ, നിൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ അന്യപ്പെട്ടു പോയവനായിരുന്നു. നിൻ്റെ ഭവനത്തിൽ ഉൾപ്പെട്ടവരല്ലായിരുന്നു, അന്യനായിരുന്നു. അന്യനായ എന്നെ നീ സ്വന്തമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. അന്യനായ എന്നെ നീ സ്വന്തമാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നാം സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗങ്ങളാകുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാകുവാൻ. ഈ കൂട്ടായ്മയല്ല ഞാൻ പറയുന്നത്, കൂട്ടായ്മയല്ല. കൂട്ടായ്മയിൽ ഒന്നാ നല്ലത്, വചനം കേൾക്കാം. പക്ഷേ അതല്ല, സ്വർഗീയ കുടുംബമുണ്ട്. അവിടെ സഭാഭേദമില്ല, അവിടെ സമുദായ വ്യത്യാസമില്ല, അവിടെ കക്ഷി പരിഗണനയില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ മനുഷ്യ പറയുന്ന വ്യത്യാസങ്ങളൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ യാക്കോബായക്കാർക്ക് ഒരു ഉന്നത സ്ഥാനം കൊടുക്കുന്നില്ല, അവിടെ ഓർത്തഡോക്സുകാർക്ക് വേറെ ഉന്നത സ്ഥാനം കൊടുക്കുന്നില്ല, അവിടെ കത്തോലിക്കർക്ക് അതിനേക്കാൾ ഉയർന്ന സ്ഥാനം കൊടുക്കുന്നില്ല. അവിടെ എന്ത് സ്ഥാനം? അവിടെ അത് സഭാഭേദമില്ല. അതുകൊണ്ടാണ് നമുക്ക് സഭാഭേദം ഇല്ലാത്തത്. ദൈവത്തിന് സ്തോത്രം. സ്വർഗം നാം അന്യരല്ല, നാം സ്വർഗത്തിൻ്റെ സ്വന്തം അവകാശികളാണ്, സ്വർഗത്തിൻ്റെ അവകാശികളാണ്. സ്തോത്രം. എണ്ണമില്ല പാപം എന്നുള്ള ആ ശീലം ഒന്നുകൂടെ പാടാം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്ത് മായ്ച്ചു തന്നു, എന്നേക്കുമായി മായ്ച്ചു തന്നു. അന്യനല്ല, സ്വന്തം ക്രിസ്തുവിൻ്റെ സ്വന്തം ഭവനക്കാർ, ക്രിസ്തുവിൻ്റെ സ്വന്തം ആളുകൾ, ക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ അന്യനെന്ന മേലെഴുത്ത് മാറ്റി തന്നു. മാത്രമല്ല
സ്വന്തമാക്കി തീർത്തു. മാത്രമല്ല ഇത്ര എണ്ണിയാൽ തീരാത്ത പാപങ്ങളെ ക്ഷമിച്ചു തന്നത്. ഇത് പാടുമ്പോൾ എൻ്റെ പാവം എന്നിൽ നിന്ന് മാറിപ്പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കണം. അതാണ് വിശ്വാസം. ഞാൻ ഇനി പാവം ചെയ്യുകയില്ല, ഉറപ്പാണ്. ഇനി ഞാൻ പാവത്തിലേക്കില്ല. എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തു, പലതും തെറ്റിച്ച് കളഞ്ഞു. പക്ഷേ ഇനി ഞാൻ പാവത്തിലേക്കില്ല. ആ തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ആ തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ഉറവെടുക്കുമ്പോൾ, അപ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് പാവം മാറിയെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് ആ പാവം മാറി എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റുപാടുക. നിങ്ങൾ പാടുക, എണ്ണമില്ല പാവം, അറിഞ്ഞുകൊണ്ട് പാടുക. എന്നിൽ നിന്ന് മാറിയിരിക്കുന്നു, പാവം മാറിയിരിക്കുന്നു, ഇനി അന്യനല്ല, ഞാൻ സ്വന്തമാണ്. ഈ വിശ്വാസത്തോടെ നിങ്ങൾ പാടുക. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ എന്ന് കർത്താവ് കരഞ്ഞു. എങ്കിലെൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് സമർപ്പിച്ചു. സ്തോത്രം. യേശു ഗത്സമൻ തോട്ടത്തിൽ കരഞ്ഞു. യേശു ഇന്നും കരയുന്നു. നമുക്ക് വേണ്ടി കരയുന്നു. നാം ഓരോരുത്തർക്ക് വേണ്ടിയും കരയുന്നു. നമുക്ക് സൗഭാഗ്യകാലം തരാൻ വേണ്ടി കർത്താവ് കരയുന്നു. നമുക്ക് ശോഭനമായ സ്വർഗ്ഗവാസം തരാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി കരയുന്നു. നമ്മെ ആരെയും കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. ഈ വചനം കേൾക്കുന്ന ആരെയും കർത്താവ് ഒഴിവാക്കിയിട്ടില്ല. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളൊരുപക്ഷേ ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. നിങ്ങൾ നിരീക്ഷകരായിട്ടാണ് ഇരുന്നത്. ശരിയായിരിക്കാം, സാരമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പാവം വിടാതെയാണ് നിങ്ങൾ വന്നിരുന്നത്, സാരമില്ല. ഇപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യൂ. നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു, തൊട്ടരികത്ത് നിൽക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മദ്യപാനത്തെ എറിഞ്ഞു മാറ്റുക. നിങ്ങളുടെ ദുശ്ശീലങ്ങൾ എറിഞ്ഞു മാറ്റുക. നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ എറിഞ്ഞു മാറ്റുക. വഴക്കും കലഹവും പിണക്കവും ഉള്ള നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുക. കർത്താവെ, ഞാൻ എൻ്റെ പാവത്തോട് യാത്ര പറയുന്നു. ഇല്ല, ഇനിയില്ല. യേശുവെ, ഞാനിതാ നിന്നെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. നാഥ, നിൻ്റെ തിരുരക്തത്താൽ നിന്ന് കഴുകണമേ. നിൻ്റെ തിരുവിലാവിതൊഴിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഇപ്പോൾ തന്നെ എൻ്റെ പാപങ്ങളൊക്കെയും കഴുകി മാറ്റണമേ. നാഥ, ഞാൻ പാപിയാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എല്ലാ പാവവും എന്നിൽ വന്നു ഞാൻ ഏറ്റുപറയുന്നു. ഓരോ പാവവും ഓർത്ത് ഞാൻ അനുഭവിക്കുന്നു. ഓരോ പാവവും എണ്ണി 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 ഓർത്ത് ഞാൻ അനുഭവിക്കുന്നു. കർത്താവേ, ഇനിമേൽ പാവം ചെയ്യുകയില്ലെന്ന് ഞാൻ തീരുമാനിക്കുന്നു. നാഥ, ഇപ്പോൾ നിൻ്റെ ആ ആണിപ്പാടുള്ള കരവൻ്റെ തലമേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിച്ച് എന്നെ എഴുന്നേൽപ്പിക്കണമേ. പറയുമോ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ, നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളെ നിങ്ങൾ കൊടുക്കുമോ, നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുമോ? ഈ നിസ്സാരമായ ആയുസ്, അല്പകാലം മാത്രമുള്ളതായ ആയുസ് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? നിസ്സാരമായ ആയുസ്, അല്പകാല ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറുമോ? ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുവാനുള്ള സമയമാണ്. യേശുവിൻ്റെ വാക്ക് പറയുവാനുള്ള സമയമാണ്. യേശുവിനെ സ്വീകരിക്കാനുള്ള സമയമാണ്. ഏതെല്ലാം അന്ധകാരത്തിൻ്റെ ഭീകരശക്തികൾ നിങ്ങൾ വലയം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് യേശുവിനെ നിങ്ങൾ സ്വീകരിക്കൂ. അന്ധതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും ശക്തികൾ നിങ്ങൾ വലയം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനോട് യാത്ര പറഞ്ഞ് യേശുവിനെ നിങ്ങൾ സ്വീകരിക്കൂ. യേശു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കൂ. നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും യേശുവിനെ ഫലമേൽപ്പിക്കൂ. യേശുവേ, ഇന്നു മുതൽ നാഥ, ഞാൻ നിൻ്റെ വക, നിൻ്റെ വക, നിൻ്റെ ഇത് മാത്രമെന്ന് യേശുവിനോട് പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, ഞാൻ പുതിയ മനുഷ്യനായി ഇന്നു മുതൽ ഞാൻ ജീവിക്കുന്ന ഇതൊരു വാക്ക് പറയൂ. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. അവനവരുടെ ദൈവമായി അവരോട് കൂടി ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അപ്പോൾ ഞങ്ങളുടെ ആകുലങ്ങൾ മാറ്റിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉറപ്പ് തന്നതിനായി സ്തോത്രം. ഭാരങ്ങൾ അകറ്റിയതിനായി ഞങ്ങൾക്ക് സ്തോത്രം. അപ്പോൾ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. അവിടുന്ന് രണ്ടാമത് വരുമ്പോൾ ഞങ്ങളെയും കൈക്കൊള്ളണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.